ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ ബൈക്ക് എടുത്ത് കറങ്ങാൻ പോയിക്കായിരുന്നു കേട്ടാ. ഞാൻ പിന്നെ റീസെൻ്റ്ലി പുതിയ ബൈക്കൊക്കെ മേടിച്ചു. ഇത് പിന്നെ യമഹ MT-15 നൈസ് ബൈക്കാണ് കേട്ടാ. നമ്മുടെ രാജോട്ടൻ പിന്നെ അവിടെ നിൽക്കുന്നുണ്ട്. രാജോട്ടാ, എന്താ പരിപാടി? എന്തൊട്ട് പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. എടാ ജാക്കേ, നീ ഒരു കാര്യം ചെയ്യോ? എനിക്ക് ഒരു പ്ലെയിന് സെറ്റാക്കി തരാൻ പറ്റുമോ? പ്ലെയിനാ? രാജോട്ടാ, എന്തിനാ ഇപ്പോൾ പ്ലെയിന്? എന്താ കാര്യം? അത് പിന്നെ ഒരു അത്യാവശ്യമുണ്ട്. എനിക്ക് ഒരു പ്ലെയിന് സെറ്റാക്കി തരാൻ പറ്റുമോ? എനിക്ക് ഇന്ന് തന്നെ വേണം. ആണോ? അതിനിപ്പോൾ എന്താ, ഞാനിപ്പോൾ തന്നെ സെറ്റാക്കി കൊണ്ടുവരാം. ഗൈസ്, ഇവിടെ ഇപ്പോൾ രാജോട്ടനെ ഒരു പ്ലെയിന് വേണമെന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ പിന്നെ ഒരു പ്ലെയിൻ ഇരിക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മുടെ ടെറസിൻ്റെ മേലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ പ്ലെയിനില്ലേ, അത് രാജോട്ടനെ കൊണ്ടു കൊടുക്കാം. ഇത് പിന്നെ നൈസ് പ്ലെയിൻ ആണ് കേട്ടാ, ഒരു രക്ഷയില്ല. ഈ റെഡ് കളറിൽ കാണാനായിട്ടേ നല്ല ഭംഗിയുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, അടിയിൽ പോയിട്ടേ ലാൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനേ പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്തു കേട്ടാ. രാജോട്ടാ, ഇത് നോക്കിയേ, ഈ കാണുന്ന പ്ലെയിൻ എടുത്തോ. എടാ ജാക്കേ, നീ എന്താ പൊട്ടനാണോ? എടാ ഇത് പ്ലെയിനല്ല, ഹെലികോപ്റ്ററാ. എനിക്ക് ഹെലികോപ്റ്റർ വേണ്ട, പ്ലെയിനാ വേണ്ട. ആ, അത് ശരിയാണല്ലോ, ഇത് പ്ലെയിനല്ല ഹെലികോപ്റ്ററാ. എന്നാ ശരി, രാജേട്ടൻ ഇവിടെ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഞാൻ ഇപ്പം തന്നെ പോയിട്ടേ ഒരു പ്ലെയിൻ അങ്ങ് സെറ്റാക്കി കൊണ്ടുവരാം. ഈ പ്ലെയിൻ ഇപ്പോൾ എവിടെ നിന്ന് മേടിക്കുക? ഷോറൂമിൽ കിട്ടുമോ? ആ, നമുക്ക് ഷോറൂമിലെ മാനേജറിനോട് ചോദിച്ചു നോക്കാം. അയാൾ ചിലപ്പോൾ ഒരെണ്ണം സെറ്റാക്കി തരും. അല്ല, ഇതെന്തത്? എൻ്റെ വീട്ടിൽ പോലീസൊന്നുമില്ലോ. ഹലോ സാറുമാരെ, എന്താ പ്രശ്നം? എടാ ജാക്കേ, നിനക്ക് ആ ഹെലികോപ്റ്റർ എവിടെ നിന്ന് കിട്ടിയേ? സത്യം പറ, നീ അത് അടിച്ചു മാറ്റിയതല്ലേ? ഇല്ല സാറേ, അത് അടിച്ചു മാറ്റിയ ഹെലികോപ്റ്റർ അല്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനെനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഹെലികോപ്റ്ററാ. എടാ ജാക്കേ, നീ എന്ത് വിചാരിച്ചേ? പോലീസുകാരൊക്കെ മണ്ടന്മാരാന്നാ? ആ ഹെലികോപ്റ്ററെ നീ എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ എപ്പോൾ നമ്മുടെ കൂടെ ജയിലിലേക്ക് പോരെ? ഇനി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അയ് ശരി, നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇന്നാ പിടിച്ചോ. അയ്യോ, ഇതിപ്പോൾ എന്താ ഉണ്ടായേ? എൻ്റെ MTക്ക് തീ പിടിച്ചല്ലോ. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ആ ഹെലികോപ്റ്റർ ഇല്ലേ, അതെൻ്റെ ഒരു കൂട്ടുകാരൻ ഗിഫ്റ്റായിട്ട് തന്നതാ, അല്ലാണ്ട് അത് അടിച്ചു മാറ്റിയതല്ല. ഈ പോലീസുകാർ വിചാരിക്കണതേ ഞാനത് അടിച്ചു മാറ്റിയ ഹെലികോപ്റ്ററാന്ന്. എന്നിട്ടായാലും ഇവരെ വെറുതെ ശരിയാവില്ല. ഇവർ കാരണം എൻ്റെ ബൈക്ക് പൊട്ടിത്തെറിച്ചു. എടാ ജാക്കേ, നീ ഇപ്പോൾ ചെയ്തതേ വലിയൊരു തെറ്റാ. നിന്നെ നമ്മൾ വെറുതെ വിടില്ല. ആണോ? നിങ്ങളതിന് ജീവനോടെ ഉണ്ടായാലല്ലേ? ചാവടെ അങ്ങോട്ട്, ചാവ്. എല്ലാത്തിനും തീർത്തളയാം. അതെ, ഇവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്നല്ലേ ശരിയാവില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ കാർ എടുത്തിട്ടേ വേഗം സ്ഥലം വിടാം. Meanwhile, ഓക്കെ, ഇവിടെ ഇങ്ങനെ പോലീസൊക്കെ പോയി കാണട്ടാ. നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയി. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമുക്ക് മാനേജറായിട്ട് സംസാരിക്കാം. ഇതെന്തത്? ഷോറൂമിൽ എനിക്ക് ആരെയും കാണാനില്ല. ഇവിടെ പിന്നെ ഒരു ഗോൾഡൻ ഫോർച്യൂണർ ഉണ്ട്. ഈ കാർ ആരാണോ ബുക്ക് ചെയ്തത്? എന്തുട്ടായാലും നമുക്ക് മാനേജറിനെ വിളിക്കാം. ഹലോ ചേട്ടാ, നിങ്ങളെവിടെയാ? എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടേ ഒരു പ്ലെയിന് വേണമായിരുന്നു. നിങ്ങൾക്ക് ഒരു പ്ലെയിന് സെറ്റാക്കി തരാൻ പറ്റുമോ? പ്ലെയിനാണോ? ആ, അതൊക്കെ സെറ്റാക്കി തരാം. പക്ഷെ അതിന് പകരമായിട്ട് നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊണ്ടുതായോ. അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് പ്ലെയിന് തരാം. എന്തു പറയണു? മോഡിഫൈഡ് സൂപ്പർ കാർ അല്ലേ? എന്നാ ശരി, ഞാനിപ്പോൾ കൊണ്ടുതരാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാനേ മാനേജറിനോട് സംസാരിച്ചേക്കാണ് കേട്ടാ. അയാൾ എനിക്ക് ഒരു പണി തന്നു, ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊണ്ടുതരാനായിട്ട്. എന്നാ ശരി, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ ഒരു കാർ എടുക്കാം. ഈ കാറൊക്കെ പിന്നെ ഫ്രീ ആണ്. ഞാൻ ഇയാളുടെ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തു, എന്നിട്ട് ഇയാൾക്ക് തന്നെ കൊടുക്കാൻ പോവുക. അതിപ്പോൾ ഏതായാലും നല്ലൊരു ഐഡിയ. ഞാൻ പിന്നെ പോർഷെ കാറാണ് മേടിച്ചത്. പോർഷെ പിന്നെ നൈസ് കാറാ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ റെഡ് കളറല്ലേ, നമുക്കിതിൻ്റെ കളറൊക്കെ മാറ്റാം. എന്നിട്ട് ടയറിൻ്റെ സൈസില്ലേ, അതൊക്കെ വലുതാക്കാം. ഈ കാണുന്ന കാറില്ലേ, അത് നമുക്ക് കണ്ണാപ്പി കാറായിട്ട് മാറ്റാം. ആ രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്,
അതെൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പാ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാണ്. ഇനിയിപ്പോൾ നമുക്കേ ഈ കാറ് മോഡിഫൈ ചെയ്യാം, പെഡായിട്ട് മോഡിഫൈ ചെയ്യാം. കളർ നമുക്ക് ബ്ലൂ കൊടുക്കാം, ഡാർക്ക് ബ്ലൂ കൊടുക്കാം. ഗ്ലാസ് നമ്മൾ ടിൻ്റ് അടിച്ചു. ഇനി വണ്ടിയുടെ വീലാ, വണ്ടിയുടെ അലോയ്സ് മാറ്റണ്ട, ഇത് കുഴപ്പമില്ല. ഇനി ടയറിൻ്റെ സൈസ് കൂട്ടാം. ഓ, ഇപ്പോൾ കാണാൻ നൈസായിട്ടുണ്ട്, ശരിക്കും കണ്ണാപ്പി കാറയുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണതേ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഷോറൂമിലെ ആളില്ലേ, അയാൾക്ക് ഇങ്ങനത്തെ മോഡിഫിക്കേഷൻസ് ഇഷ്ടം. അയാൾ എല്ലാ കാറുകളും കണ്ണാപ്പി കാറാക്കും, അയാൾക്കതാ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പം നമ്മുടെ കാറ് കാണാനേ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൽ പിന്നെ നൈട്രോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നൈട്രോ ഇൻസ്റ്റാൾ ചെയ്താലേ വണ്ടി നല്ല സ്പീഡിൽ പോവും. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്കേ നേരെ ഷോറൂമിലേക്ക് പോവാം. ആ മാനേജർ ഇപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാണ് കേട്ടാ. ആ മാനേജർ ഇതൊരിക്കും വന്നില്ലേ? ഹലോ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ ഞാനൊരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊണ്ടുവന്നു. ഇത് പിന്നെ ചേട്ടൻ്റെ ഫേവറേറ്റ് സ്റ്റൈലാ, കണ്ണാപ്പി സ്റ്റൈല്. ആ രീതിയിലാണ് മോഡിഫൈ ചെയ്തത്. ആ പ്ലെയിൻ എവിടെയാ? ഇനി എനിക്ക് ആ പ്ലെയിൻ തന്നേക്ക്. എടാ ജാക്കേ, നീ കാറ് പെടയായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടാ, ഒരു എക്സ്യൂലിയ. കണ്ണാപ്പി സ്റ്റൈല് എൻ്റെ ഫേവറേറ്റ് സ്റ്റൈലാ, അതേപോലെ നീ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നിനക്ക് പ്ലെയിൻ വേണമെങ്കിലേ നേരെ എയർപോർട്ടിലേക്ക് വിട്ടോ, അവിടെ ഒരു വെയർ ഹൗസിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ഷോറൂമിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ലേ? നീ അപ്പോൾ എയർപോർട്ടിലേക്ക് വിട്ടോ. ആണോ? എന്നാൽ ശരി, ഞാനപ്പോൾ എയർപോർട്ടിൽ പൊക്കോളാം. ഹലോ ചേട്ടാ, ഇറങ്ങ വണ്ടിന്ന്. ഇനി മുതൽ ഈ കാറേ എൻ്റെ സ്വന്തമാ. നമ്മളെ ഷോറൂമിൻ്റെ മാനേജറിനെ നൈസായിട്ട് പൊട്ടം കളിപ്പിച്ചു. അയാളുടെ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്ത് എന്നിട്ട് അയാൾക്ക് തന്നെ കൊണ്ടുകൊടുത്തു. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഫ്രീ ആയിട്ട് പ്ലെയിൻ കിട്ടിയില്ലേ, അത് മതി. ആ പ്ലെയിന് പക്ഷേ എയർപോർട്ടിലാണ് ഇരിക്കണേ. നമുക്കപ്പോൾ നേരെ എയർപോർട്ടിൽ പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ എയർപോർട്ടിലേക്ക് പോവാം. ഇതെന്തത്, ഈ കാറിന് തീരെ സ്പീഡില്ലല്ലോ. ഇങ്ങനെ പോയാൽ എപ്പോൾ തന്നെ? ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി എയർപോർട്ടിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഇവിടെ പിന്നെ 3 വെയർ ഹൗസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു വെയർ ഹൗസിലായിരിക്കും പ്ലെയിൻ ഉണ്ടാവുക. എന്നിട്ടായാലും നമുക്ക് ചെന്ന് നോക്കി നോക്കാം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു വെയർ ഹൗസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലെയിൻ ഇരിക്കുന്നുണ്ട് കേട്ടാ. ഓ, ഈ പ്ലെയിന് കൊള്ളാലോ, നൈസ് ആയിട്ട് കേട്ടാ. ഇത് പിന്നെ ഒരു പ്രൈവറ്റ് ജെറ്റാ, ഫ്ലൈ യു എസ് നിന്ന് ഇമ്പോർട്ട് ചെയ്ത പ്ലെയിൻ ആയിരിക്കും. എന്നിട്ടായാലും നമുക്ക് ഈ പ്ലെയിൻ ഒന്ന് ഓടിച്ചു നോക്കാം. ഇത് പിന്നെ ലക്ഷറി ആണല്ലോ. അത്ര ലക്ഷറി അല്ല, എന്നാലും കുഴപ്പമില്ല. ഈ പ്ലെയിനൊക്കെ കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം ഞാനൊരു പോർഷെ കാറാണ് അതിൻ്റെ പകരം കൊടുത്തത്. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഈ പ്ലെയിൻ എടുത്തിട്ട് കറങ്ങാൻ പോവാം. ശരിക്കും രാജേട്ടനെ കൊടുക്കാനാണ് ഈ പ്ലെയിന് മേടിച്ചത്. അയാൾക്ക് കൊടുക്കണേക്കാൾ മുമ്പേ നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം, എന്നിട്ട് അയാൾക്ക് കൊടുത്താൽ മതി.